So hi guys and welcome to today's session of the Hindu Decode by Geoid. So നമ്മളിന്ന് ആദ്യം എടുത്തിരിക്കുന്ന ന്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇൻ പെരിലസ് വേൾഡ് ഇന്ത്യ മസ്റ്റ് റീഡ് ദി ടീ ലീവ്സ് വെൽ. സോ ഇത് പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ നമ്മുടെ GS പേപ്പർ 2 വരുന്നൊരു ടോപ്പിക്കാണ്. ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബർഹുഡ് റിലേഷൻസിൽ വരുന്നതാണ്. ഓക്കെ, സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ആ ഒരു ഫോറിൻ പോളിസിയെ കുറിച്ചിട്ടാണ്. ഓക്കെ, we'll discuss about the foreign policy, a strain on India's foreign policy due to Trump's second term. സോ ഈ ഒരു ട്രംപിൻ്റെ തിരിച്ചുവരവോട് കൂടിയിട്ട് പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപിൻ്റെ തിരിച്ചുവരവോട് കൂടിയിട്ട് അമേരിക്കയുടെ ആ ഒരു ഗ്ലോബൽ പോളിസീസിൽ തന്നെ വളരെ വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ആയിട്ടുള്ള നമ്മുടെ റിലേഷൻ പണ്ട് കുറച്ചും കൂടി സ്ട്രോങ് ആയിരുന്നു. അത് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ പറ്റുന്നത് അത് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ടൈപ്പ് ആയിരുന്നു നമുക്ക് ആയിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് വളരെയധികം ഇറ്റ് ഈസ് വെരി ലെസ് സ്റ്റേബിൾ നൗ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് മേക്കിംഗ് ഇറ്റ് ഹാർഡർ ഫോർ ഇന്ത്യ ടു മാനേജ് ഇന്റർനാഷണൽ പാർട്ട്ണർഷിപ്പ്. ഓക്കെ, അതേപോലെ നമുക്ക് പറയാനുള്ളത് ഇവിടെ ചൈനയുടെ ഒരു ഗ്രോയിങ് റോള് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, മേജറായിട്ട് പിന്നെ ഈ ന്യൂസ് പറയുന്നത് ചൈനയാണ്. സോ ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻസിലുള്ള ചൈനയുടെ ആ ഒരു റോളിനെ പറ്റിയിട്ടാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുണ്ടായിട്ടുള്ള ഈ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിൽ, അതായത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ചൈന ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് പാകിസ്ഥാനെയാണ് അല്ലേ. ചൈന ഗിവിങ് മോർ മിലിറ്ററി ഹെൽപ്പ് ടു പാകിസ്ഥാൻ, വെപ്പൺസും എക്യുപ്മെൻസും ഒക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. സോ ചൈനയാണ് ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയൊരു ത്രെട്ടായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് ഇപ്പോൾ ചൈനനെയാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഫോഴ്സിങ് ഇന്ത്യ ടു റീതിങ്ക് ഇറ്റ്സ് സെക്യൂരിറ്റി സ്ട്രാറ്റജി ഇൻ ദ റീജിയൻ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയുടെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇസ്രായേൽ ഇറാൻ വാറിൽ നമ്മൾ ന്യൂട്രലായിട്ടാണ് നിന്നത് അല്ലേ. മോസ്റ്റ്ലി നമ്മൾ ന്യൂട്രലായിട്ട് തന്നെയാണ് നിന്നത് എന്ന് വേണം നമ്മൾ പറയാൻ, ദി ഓൺ ഗോയിങ് വാർ ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ഇറാൻ. പക്ഷെ ഇപ്പോൾ ഈ ഒരു ന്യൂട്രാലിറ്റി എന്നുള്ളത് അത് വർക്ക് ആവുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ആസ് സിറ്റുവേഷൻ ഈസ് ഗെറ്റിംഗ് വേഴ്സ്, India needs to clearly define its stand to protect its own national interest. ഓക്കെ, പിന്നെ ആ ഒരു US അറ്റാക്കാണ് ഓൺ ഇറാൻ ഇൻക്രീസസ് ദി പ്രഷർ ഓൺ ഇന്ത്യ. ഓക്കെ, സോ ഈ ഒരു നമുക്കറിയാം ഇറാൻ്റെ ആ ഒരു ന്യൂക്ലിയർ സൈറ്റ്സിൽ ഡയറക്റ്റായിട്ട് കയറി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ അഡ്വാൻസ്ഡ് വെപ്പൺസ് ഉപയോഗിച്ചിട്ടാണ് അവർ അറ്റാക്ക് ചെയ്തത്. സോ ഇത് ഇസ്രായേൽ ഇറാൻ വാർ കുറച്ചും കൂടി സീരിയസ് ആക്കി. ഓക്കെ, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ഡേഞ്ചറസ് ആക്കി. സോ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി ഇറ്റ് ഈസ് ഫേസിങ് ന്യൂ ചാലഞ്ചസ് അല്ലേ. ഇപ്പോൾ ഗ്ലോബൽ പവർ ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ചൈന പാകിസ്ഥാൻ ടൈപ്പും ആൻഡ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ആകെ ടോട്ടലി മിഡിൽ ഈസ്റ്റ് ഒരു പ്രശ്നത്തിലാണ്. സോ സ്റ്റേയിങ് ന്യൂട്രൽ മേ നോ ലോങ്ങർ ബി ഇനഫ്. ഓക്കെ, നമ്മൾ ഇനി ന്യൂട്രലായിട്ട് നിന്നിട്ട് കാര്യമില്ല. ആൻഡ് ഇന്ത്യ മേ നീഡ് ടു ടേക്ക് ക്ലിയറർ പൊസിഷൻസ് ടു പ്രൊട്ടക്ട് ഇറ്റ്സ് ഓൺ സെക്യൂരിറ്റി ആൻഡ് ഗ്ലോബൽ ഇൻട്രസ്റ്റ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സോ നമ്മൾ ഈ ന്യൂട്രാലിറ്റിയെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് ന്യൂട്രാലിറ്റിയെ പറ്റിയിട്ട് പറയുമ്പോൾ അതായത് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ വാറിൽ ഇതേപോലത്തെ ബിഗ് ഇവൻസിൽ അവർ മറ്റേ US ഇതിൽ ഇടപെട്ടു. നമ്മുടെ ആ ഒരു GBU 57 ബോംബൊക്കെ എടുത്തിട്ട് പൊട്ടിച്ചിട്ടുണ്ട് US. ഓക്കെ, സോ ഇത് കാണിക്കുന്നത് ടോട്ടൽ ഈ ഒരു വേൾഡ് തന്നെ ഇറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് ഡയറക്റ്റ് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഹൈ റിസ്ക് കോൺഫ്ലിക്റ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ എടുക്കുന്ന ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ്. അതാണ് പ്രശ്നം. ഇങ്ങനത്തെ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ ഇന്ത്യാസ് ഓൾഡ് ഹാബിറ്റ് ഓഫ് സ്റ്റേയിങ് ന്യൂട്രൽ, ഇത് ഒന്നാമത്തെ കാര്യം ഇത് ഭയങ്കര അൺറിയലിസ്റ്റിക് ആണ്. ഓക്കെ, ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ഇത് ഭയങ്കര അൺറിയലിസ്റ്റിക് ആണ്. അതേപോലെ ഇത് ഔട്ട്ഡേറ്റഡ് ആണ്. ഓക്കെ, നമ്മുടെ ഫോറിൻ പോളിസിയൊക്കെ നമ്മൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതേപോലെ ഇപ്പോൾ ഡിപ്ലോമസിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എടുക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഒരു നോൺ അലൈൻഡ് അപ്രോച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു നോൺ അലൈൻഡ് ആയിട്ടുള്ള അപ്രോച്ച് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഒരു സൈഡായിട്ടുള്ള, അതായത് ഏത് മേജർ പവേഴ്സിൻ്റെ കൂടിയും നമ്മൾ അവരുടെ സൈഡായിട്ട് നിൽക്കുന്നില്ല. ഓക്കെ, സോ അത്
ഇങ്ങനെ നിൽക്കാത്തതിലൂടെ നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ സപ്പോർട്ട് നമുക്ക് കിട്ടിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുണ്ടായിട്ടുള്ള ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മേജർ പവേഴ്സൊക്കെ അവരൊരിക്കലും ദേ ഡിഡിൻ ക്ലിയർലി ബാക്ക് ഇന്ത്യ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സോ ഇന്ത്യക്ക് വേണ്ടത് ഇപ്പോൾ നമ്മൾ വെസ്റ്റ് ഏഷ്യ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ ഗ്ലോബൽ ഗ്ലോബൽ സൗത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്ത്യ നമ്മുടെ ഇതിലൊരു നമ്മൾ വിചാരിക്കുന്നത് ഇന്ത്യ വാണ്ട്സ് ടു ലീഡ് ദി ഗ്ലോബൽ സൗത്ത് ആൻഡ് വെസ്റ്റ് ഏഷ്യ. പക്ഷേ നമ്മുടെ ഈ ഒരു ന്യൂട്രാലിറ്റി എന്നുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, സോ ഇത് ആ ഒരു ഇൻഫ്ലുവൻസിനെ ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ഇപ്പോൾ നമ്മുടെ ചൈനയും അതേപോലെ പാകിസ്ഥാൻ്റെയും കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ളത് ഒരു ഹോസ്റ്റൈൽ ആയിട്ടുള്ള ന്യൂക്ലിയർ നൈബേഴ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ ചൈനയാണെന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ ആണെന്നുണ്ടെങ്കിലും ഇവർ ന്യൂക്ലിയർ ആംഡ് ആണ്. ഓക്കെ, ആൻഡ് അവരിപ്പോൾ കൂടുതൽ അഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസം കൂടുന്തോറും അവർ അഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിക് ത്രെട്ടാണ്. സോ നമ്മൾ നമ്മുടെ ഒരു ഡിഫൻസ് സ്ട്രാറ്റജി റീതിങ്ക് ചെയ്യേണ്ട സമയമായി. Okay, and we should stop assuming that nuclear weapons alone will keep things peaceful. അതേപോലെ ഇപ്പോൾ US-ഇന്ത്യ ആയിട്ടുള്ള ഒരു റിലേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എസ്പെഷ്യലി നമ്മുടെ ട്രംപിൻ്റെ രണ്ടാമത്തെ വരവോട് കൂടിയിട്ട് ട്രംപ് പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമൊക്കെ ഞാൻ ഇടയിൽ നിന്നിട്ട് തീർത്തു തരാം, കാശ്മീർ ഇഷ്യൂ ഒക്കെ നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞു വേണ്ട, പുറത്തുനിന്നുള്ള ഒരാളുടെ ഇടപെടലൊന്നും നമുക്കിവിടെ ആവശ്യമില്ല എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, പക്ഷെ പാകിസ്ഥാൻ ട്രംപിൻ്റെ ഈ ഒരു ബ്രോക്കർ പീസ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി വെൽക്കം ചെയ്തു. പക്ഷെ നമ്മളത് ഡിനേ ചെയ്തു. ഓക്കെ, പിന്നെ പുള്ളി ഓപ്പണായിട്ട് പാകിസ്ഥാൻ മിലിറ്ററിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മളെ ഭയങ്കര അധികം അൺകംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ അത് US-ഇന്ത്യ റിലേഷനിൽ വളരെ ടെൻഷൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, വിച്ച് വാസ് യൂസ് ടു ബി സ്ട്രോങ്, പക്ഷെ ഇപ്പോൾ ദിസ് ഹാസ് കോസ് ടെൻഷൻ ഇൻ US-ഇന്ത്യ റിലേഷൻസ്. അതേപോലെ ഇന്ത്യ ഈ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡ് എടുത്തല്ലോ. ഇപ്പോൾ ഈ ഒരു ഇസ്രായേൽ ഇറാൻ ഈ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു വാറിൽ നമ്മളൊരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തു. പക്ഷെ ഇത് ഈ രണ്ട് സൈഡിലും, ഇസ്രായേലിൻ്റെ സൈഡിലാണെന്നുണ്ടെങ്കിലും ഇറാൻ്റെ ഒരു മനസ്സിലാണെന്നുണ്ടെങ്കിലും ഒരു ഡിസ്ട്രസ്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ചെറുതായിട്ട് നൈസായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിക്കാണ് നിന്നത്. ഓക്കെ, അങ്ങനെ നിന്നത് കൊണ്ട് തന്നെ ഇറാൻ നമ്മുടെ അടുത്ത് ഇത്തിരി പ്രശ്നത്തിലാണ്. സോ ഇന്ത്യ കോൾസ് ഫോർ പീസ് ഓർ നൗ. ഇപ്പോൾ നമ്മളെ കാണുന്നത് ഒരു വീക്കായിട്ടാണ് അവർ കാണുന്നത്, എസ്പെഷ്യലി വെൻ അതേഴ്സ് ആർ ചൂസിങ് ക്ലിയർ സൈഡ്സ്. ഓക്കെ, ബാക്കി രാജ്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു സൈഡിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മൾ ഈ രണ്ടിലും നിൽക്കാത്തൊരു പരിപാടിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരത്തിലൊക്കെ പറയുന്ന പോലെ നീ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കണമെന്നൊക്കെ പറയുന്ന ഒരു ഇതാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ ഈ ശങ്കറില ഡയലോഗൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു, ലൈക്ക് ബിഗ് ഇൻ്റർനാഷണൽ ഫോറംസ്. സോ ഇവിടെയൊക്കെ കൺട്രീസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് മിലിറ്ററി പവറിനെ കുറിച്ചാണ്. ഓക്കെ, സമാധാനമൊന്നും അവർക്ക് വേണ്ട. മേജർ പവേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ കൺട്രീസിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഇവരൊക്കെ ഈ ഇൻ്റർനാഷണൽ ഫോറംസിൽ വന്നിട്ട് ഇവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത് മിലിറ്ററി പവറിലാണ്, സമാധാനത്തിന്, പീസിനേക്കാളും കൂടുതൽ. ഓക്കെ, ഇന്ത്യ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു സോഫ്റ്റ് പവറിലാണ്. ലൈക്ക് നമ്മളിപ്പോൾ ഈ ഡിപ്ലോമസിയിലും അല്ലെങ്കിൽ ഒരു മോറൽ അതോറിറ്റിയിലൊക്കെയാണ് നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ദാറ്റ് മേ നോട്ട് ബി ഇനഫ്. സോ ഇന്ത്യ ഇപ്പോൾ ഇങ്ങനൊരു നമ്മുടെ ഒരു മിലിറ്ററി സ്ട്രെങ്ത് നമ്മൾ കാണിച്ചില്ലെങ്കിൽ, അതേപോലെ നമ്മൾ ഈ ഒരു ഗ്ലോബൽ ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ഗെറ്റ് സൈഡ് ലൈൻഡ് ഇൻ ഗ്ലോബൽ ഡിസിഷൻ മേക്കിംഗ്. സോ ഇന്ത്യയുടെ ഈ ഒരു ട്രഡീഷണൽ പോളിസി, ഇപ്പോൾ ന്യൂട്രാലിറ്റി ആണെന്നുണ്ടെങ്കിലും നോൺ അലൈൻമെൻ്റ് ആണെന്നുണ്ടെങ്കിലും ഇത് ഒരു ഇൻഎഫക്റ്റീവ് ആവുകയാണ്, അല്ലെങ്കിൽ ഇതൊരു റിസ്കി ആവുകയാണ്. ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡിൽ ഇത് ഭയങ്കര റിസ്ക്കിയാണ്, അല്ലെങ്കിൽ ഇത് ഇൻഎഫക്റ്റീവ് ആണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മൾ നമ്മുടെ ഫോറിൻ പോളിസിയൊക്കെ മാറ്റി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. ഓക്കെ, ടു പ്രൊട്ടക്ട് നാഷണൽ ഇൻട്രസ്റ്റ്. സോ ഇന്നത്തെ ഈ ഒരു സിനാരിയോയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സെക്യൂരിറ്റി എൻവയോൺമെൻറ്റിൽ ഇന്ത്യ എന്താണ് ചെയ്യേണ്ടത്, വാട്ട് ഇന്ത്യ നീഡ്സ് ടു ഡു ഇൻ റെസ്പോൺസ് എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മൾ ഈ ഒരു ചൈന പാകിസ്ഥാൻ ടൈപ്പ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ മോഡേൺ വാർഫെയറിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ചൈനയാണെന്നുണ്ടെങ്കിലും പാകിസ്ഥാനാണെന്നുണ്ടെങ്കിലും ഇവരിപ്പോൾ ഡിഫൻസിൽ വളരെയധികം ക്ലോസ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവർ തമ്മിൽ വെപ്പൺസ് ഷെയർ ചെയ്യുന്നുണ്ട്, ട്രെയിനിങ്
ഇവർ ഒപ്പം ചെയ്യുന്നുണ്ട്. അതേപോലെ മിലിറ്ററി ടാക്ടിക്സ് ഒക്കെ ഇവർ തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊക്കെ ക്ലോസ്ലി നമ്മൾ ട്രാക്ക് ചെയ്യണം. ഓക്കെ, ഇവരെന്തൊക്കെയാണ് ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് നമുക്ക് നേരെ ട്രാക്ക് ചെയ്യാൻ പറ്റണം. എസ്പെഷ്യലി ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ ചൈനയുടെ ഫൈറ്റർ ജെറ്റ് ആയിട്ടുള്ള ഈ J-10Cയും അതേപോലെ ഈ JF-17 ഒക്കെ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സാധനം ഡൂപ്ലി സാധനങ്ങളാണെന്നെങ്കിൽ കൂടി ഓക്കെ പാകിസ്ഥാൻ ഈ സാധനങ്ങൾ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളതിനൊക്കെ വെടിവെച്ചിട്ടു. പക്ഷെ എന്നാൽ കൂടി ചൈനയുടെ അടുത്ത് വേറെ മാരകമായിട്ടുള്ള വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഗോൾ ഇവിടെ എന്തായിരിക്കണം എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് കമ്പൈനായിട്ട് ചെയ്യുന്ന ഈ ഒരു ത്രെട്ട് ഉണ്ടല്ലോ, അതായത് ഈ ഒരു കമ്പൈൻഡ് ത്രെട്ട് നമുക്ക് ബെറ്റർ ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ദ ഗോൾ ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ കമ്പൈൻഡ് ത്രെഡ് ബെറ്റർ. എസ്പെഷ്യലി ഇപ്പോൾ ഏതെങ്കിലും ഒരു യുദ്ധം പൊട്ടി പുറപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നേരെ മനസ്സിലാക്കാൻ കഴിയണം. ഓക്കെ, അതേപോലെ നമുക്ക് എക്സാക്ട്ലി വി മസ്റ്റ് നോ വാട്ട് അഡ്വാൻസ്ഡ് വെപ്പൺ പാകിസ്ഥാൻ ഹാസ്. ഓക്കെ, എസ്പെഷ്യലി ഈ ഒരു ചൈനീസ് മെയ്ഡ് സിസ്റ്റങ്ങളൊക്കെ നമുക്ക് നേരെ മനസ്സിലാക്കാൻ കഴിയണം. സോ നമ്മുടെ ആ ഒരു പാകിസ്ഥാൻ വെപ്പൺസിന് മേലെയുള്ള ആ ഒരു ബെറ്റർ ഇൻ്റലിജൻസ് ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു ബെറ്റർ ഇൻ്റലിജൻസ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. സോ ദിസ് ഇൻക്ലൂഡ്സ് നോയിങ് ഹൗ ഫാർ ദിസ് വെപ്പൺ ക്യാൻ സ്ട്രൈക്ക് ആൻഡ് ഹൗ അക്യുറേറ്റ്ലി ദേ ക്യാൻ ഹിറ്റ് ഇന്ത്യൻ ടാർഗറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇവരുടെ കയ്യിലുള്ള ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ചൈനയുടെ ഇവർ തമ്മിലുള്ള ഈ ഒരു വെപ്പൺ ഷെയറിംഗ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ. സോ നമ്മൾ മനസ്സിലാക്കണം, അതായത് ഈ ഒരു വെപ്പൺസിന് എത്രത്തോളം ദൂരത്ത് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ എത്രത്തോളം അക്യുറേറ്റ് ആയിട്ട് നമ്മുടെ രാജ്യത്ത് കയറിയിട്ട് ഇതിനെ അക്യുറേറ്റ് ആയിട്ടുള്ള ആ ഒരു ടാർഗറ്റ്സിനെ എങ്ങനെ ഹിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കണം. സോ എന്നാൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഇൻ്റലിജൻസ് നമ്മൾ ഇൻ്റലിജൻസ് ഈസ് ദ കീ. ഓക്കെ, ഫോർ ബിൽഡിങ് സ്ട്രോങ് ഡിഫൻസ് സ്ട്രാറ്റജീസ്. അതേപോലെ നമ്മൾ ഇനിയൊരു നമ്മളെ ഒരു ലോങ് വാറിന് നമ്മൾ റെഡി ആയിട്ടിരിക്കണം. ഓക്കെ, നമുക്ക് ഇന്ത്യ ഹാസ് ടു ചെക്ക് ഇഫ് ഇറ്റ് ഹാസ് ഇനഫ് ബാക്കപ്പ്. നമ്മുടെ കയ്യിൽ അമ്യൂണേഷൻ ഉണ്ട് നമ്മൾ ഉറപ്പ് വരുത്തണം. ഫുഡ് സപ്ലൈസും ഫ്യൂവലൊക്കെ നമ്മൾ കരുതിയിരിക്കണം. ഓക്കെ, ഒരു നീണ്ടു നിൽക്കുന്ന കുറച്ച് കാലം നിൽക്കുന്ന യുദ്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ഓക്കെ, പോസിബിളി ഓൺ 2 fronts ലൈക്ക് ചൈന ആൻഡ് പാകിസ്ഥാൻ. സോ കറൻ്റ്ലി ഉള്ള നമ്മുടെ പ്ലാനിങ് ഇറ്റ് മെ നോട്ട് ബി ഇനഫ് ഫോർ എ പ്രൊലോങ്ഡ് കോൺഫ്ലിക്റ്റ്. സോ അത് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലാനിങ് അത് മതിയാവില്ല. ഓക്കെ, ഒരു പ്രൊലോങ്ഡ് കോൺഫ്ലിക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് മതിയാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ ഈ ഇടയ്ക്ക് നമ്മുടെ UK ഉണ്ടല്ലോ, UK അവരുടെ ആ ഒരു ഡിഫൻസ് സിസ്റ്റം റിവ്യൂ ചെയ്തിട്ട് അവർക്ക് എന്തൊക്കെയാണ് അവരുടെ വീക്ക്നെസ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയിരുന്നു. ഓക്കെ, ഇൻ തിങ്സ് ലൈക്ക് അമ്യൂണേഷൻ സപ്ലൈ ആൻഡ് സൈബർ ഡിഫൻസിലൊക്കെ അവർക്കുള്ള വീക്ക്നെസ് അവർ മനസ്സിലാക്കിയിരുന്നു. സോ ഇന്ത്യ ഇങ്ങനത്തെ ഈ റിവ്യൂസ് ഒക്കെ നമ്മൾ നോക്കി പഠിക്കണം, അല്ലേ? നമ്മൾ നമ്മുടെ മിസ്റ്റേക്ക് നമ്മൾ വി ഷുഡ് ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ് ആൻഡ് വി ഷുഡ് ഫിക്സ് സിമിലർ ഇഷ്യൂസ് ഇൻ അവർ ഓൺ ഡിഫൻസ് സെറ്റപ്പ്. അതേപോലെ ഇപ്പോൾ മോഡേൺ വാഴ്സ് ഒക്കെ ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ന്യൂസിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു വാറിൻ്റെ ഒരു സമയമാണല്ലോ. ഇസ്രായേൽ ഇറാൻ ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ റഷ്യ യുക്രൈൻ ആണെന്നുണ്ടെങ്കിലും, ഇന്ത്യ പാകിസ്ഥാൻ ആണെന്നുണ്ടെങ്കിലും, ഇപ്പോഴത്തെ വാറുകൾ എന്നുള്ളത് നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോസിൽ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് സോൾജേഴ്സ് ആൻഡ് ടാങ്ക്സ്. ഓക്കെ, ഇപ്പോൾ അത് സൈബർ അറ്റാക്കിലോട്ടും അതേപോലെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വാർഫെയറിലോട്ടൊക്കെ മാറിക്കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ എനിമിയുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ തകർക്കുക, അല്ലെങ്കിൽ അവരുടെ റഡാറുകൾ തകർക്കുക, അങ്ങനത്തെ ഒരു വേറെ ലെവലിലുള്ള രീതിയിലേക്ക് യുദ്ധങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. ഓക്കെ, സോ ഇന്ത്യ ബിൽഡ് ചെയ്യേണ്ടത് ഒരു സ്പെഷ്യൽ കമാൻഡ് യൂണിറ്റ് ആണ്. ഒരു സ്പെഷ്യൽ യൂണിറ്റ് നമ്മൾ ബിൽഡ് ചെയ്യണം. അതായത് ഇങ്ങനെ ഒരു സൈബർ അതേപോലെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഓപ്പറേഷൻസിന് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ കമാൻഡ് യൂണിറ്റ് നമ്മൾ സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ഈ വാർസൊക്കെ അതിന് കൂടുതൽ ഈ ഒരു ടെക്നോളജിയെ ഹെവിലി ഡിപ്പെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള വാറുകളായിരിക്കും ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവുക. എസ്പെഷ്യലി ഈ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇനി രാജ്യങ്ങളൊക്കെ AI ഉപയോഗിക്കും. ഓക്കെ, അതേപോലെ ഡ്രോൺസ് ആണല്ലോ ഇപ്പോൾ ഒരു ട്രെൻഡ്. അതേപോലെ ഈ ലോയിറ്ററിങ് മ്യൂണിഷൻസും അതേപോലെ ഗ്ലൈഡ് ബോംബുകളൊക്കെ ഉപയോഗിക്കും. ഈ ലോയിറ്ററിങ് മ്യൂണിഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ടാർഗറ്റിനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അടിക്കാൻ പറ്റും. ഇതിനൊക്കെ ഇറ്റ് ഈസ് എ ബോംബ്സ് ആറ്റ് വെയിറ്റ് ഫോർ ദ ടാർഗറ്റ്. അതേപോലെ ഗ്ലൈഡ് ബോംബുകൾ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ഡ്രോൺ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് എനിമി ഡ്രോൺസിനെ തകർക്കാൻ വേണ്ടിയിട്ട്. സോ ഇന്ത്യ മസ്റ്റ് മേക്ക് ദീസ് എ ടോപ്പ് ഡിഫൻസ് പ്രയോറിറ്റി.
ഓക്കെ. സോ എന്നാൽ മാത്രമാണ് ഈ ഒരു ബാക്കിയുള്ള ഗ്ലോബൽ പവേഴ്സിന്റെ നമ്മളൊരിക്കലും അവരുടെ താഴെയായി പോകരുതല്ലോ. ഓക്കെ. സോ ഇന്ത്യ മസ്റ്റ് അപ്ഡേറ്റ് ഇറ്റ്സ് മിലിറ്ററി തിങ്കിങ്. ഓക്കെ. അതേപോലെ പ്ലാനിങ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, നമ്മുടെ ടെക്നോളജീസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ. എസ്പെഷ്യലി ഈ ഒരു ചൈന പാകിസ്ഥാൻ ഇവർ തമ്മിലുള്ള ഈ ഒരു കൂട്ടുകെട്ടൊക്കെ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്നോളജിയും പ്ലാനിങ്ങും നമ്മുടെ ആ ഒരു മിലിറ്ററി തിങ്കിങ്ങും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തേ മതിയാവൂ. Okay, to handle the rising China Pakistan threat and stay ready for a modern high technology wars. So, we'll move on to our next news, which is how do unsafe cancer drugs reach patients? Explain. സോ ഇത് പ്രിലിംസിൽ ജനറൽ സയൻസിൽ വരുന്നൊരു ടോപ്പിക്കാണ് GS പേപ്പർ 1. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 3 വരുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, അവയർനെസ് ഇൻ ദ ഫീൽഡ് ഓഫ് IT, സ്പേസ്, കമ്പ്യൂട്ടേഴ്സ്, റോബോട്ടിക്സ്, നാനോ ടെക്നോളജി, ബയോടെക്നോളജി ആൻഡ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആൻഡ് ഓൾ. സോ ആ ഒരു ഹെഡിൽ വരുന്നൊരു ടോപ്പിക്കാണ് പേപ്പർ 3. ഓക്കെ. സോ ഈ ഒരു ന്യൂസ് എടുക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ ഒരു ഹിന്ദുവിൻ്റെ ഈ അടുത്ത് വന്നൊരു റിപ്പോർട്ട് പ്രകാരം, അതായത് ഏകദേശം 100ഓളം രാജ്യങ്ങളിലോട്ട് വളരെ പുവർ ക്വാളിറ്റി ആയിട്ടുള്ള ക്യാൻസർ മെഡിസിൻസ് അയക്കുകയുണ്ടായി. ഓക്കെ, ഇറ്റ് വാസ് എ ബിഗ് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ. സോ നമുക്കറിയാം ഏതൊരു സാധനം നമ്മൾ റെഡിയാക്കി എടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ക്യാൻസർ ഡ്രഗ്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഗോ ത്രൂ മെനി സ്റ്റെപ്സ് അല്ലേ. ഇപ്പോൾ റോ മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യുന്നത് തൊട്ടിട്ട് ആ ഒരു മെഡിസിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വരെ ഇതിനിടയിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ടല്ലോ. അതായത് നമ്മൾ ഒരു റോ മെറ്റീരിയൽസ് നമ്മൾ ശേഖരിക്കുന്നു, എന്നിട്ട് നമ്മൾ ആ ഒരു മെഡിസിൻ ഉണ്ടാക്കുന്നു, അത് പാക്ക് ചെയ്യുന്നു, ഇനി അത് ഷിപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഹോസ്പിറ്റൽസിലോട്ടോ അല്ലെങ്കിൽ സ്റ്റോർസിലോട്ടൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതിനിടയിൽ വരുന്ന ചെറിയ മിസ്റ്റേക്സ് പോലും, അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു മെഡിസിൻസിൻ്റെ ഒക്കെ ആ ഒരു കവറിൽ നമ്മൾ കണ്ടിട്ടില്ല, അത് ഇന്ന ടെമ്പറേച്ചറിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ. ഇപ്പോൾ അതൊന്നും നമ്മൾ ആ ഒരു മെഡിസിൻസിന് ആ ഒരു റൈറ്റ് ടെമ്പറേച്ചറിൽ നമ്മൾ വെച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലാതെ നമ്മളത് നേരെ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ആ ഒരു ഡ്രഗിന് അത് ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ആൻഡ് ഇറ്റ് വിൽ മേക്ക് ഇറ്റ് അൺസേഫ് ഓർ യൂസ്ലെസ്. സോ ഇത് വളരെ ഡേഞ്ചറസ് ആണ്, എസ്പെഷ്യലി ക്യാൻസർ പേഷ്യൻസിനൊക്കെ. അവർക്ക് വേണ്ടത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലയബിൾ മെഡിസിൻസ് ആണ് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതേപോലെ തന്നെ ഈ ഒരു മാനുഫാക്ചറിങ് റിസ്ക് എടുക്കുന്ന സമയത്ത്, അതായത് ഇതിലേറ്റവും വലുത്, അതായത് നമുക്ക് മെയിനായിട്ട് ഇവിടെ പറയാനുള്ളത്, ഇതിൽ വരുന്ന ഏറ്റവും വലിയൊരു അപകടം എന്താന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻസർ മെഡിസിൻസിൽ വരാവുന്ന കണ്ടാമിനേഷൻ ആണ്. ഓക്കെ. അല്ലെങ്കിൽ ജെംസോ അല്ലെങ്കിൽ ബാക്ടീരിയ ഒക്കെ ഈ ഒരു ഡ്രഗിൽ കയറി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. അതാണ് ഇവിടുത്തെ ഈ ഒരു മാനുഫാക്ചറിങ് റിസ്ക് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഈ ക്ലീൻ റൂംസിലാണ്. ഓക്കെ, സൂപ്പർ ക്ലീൻ പ്ലേസസിലൊക്കെ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു കണ്ടാമിനേഷൻ അതിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ഓക്കെ. സോ ഇത് ഉണ്ടാക്കുന്ന കമ്പനീസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹൈജീൻ റൂൾസ് ഫോളോ ചെയ്യണം. അല്ല, ഇവര് ഇത്രയും ഹൈജീൻ റൂൾസ് ഫോളോ ചെയ്തിട്ടാണോ നമുക്ക് മെഡിസിൻസ്, ഇപ്പോൾ ക്യാൻസറിന് അല്ലെങ്കിൽ കൂടി വേറെ ഏതെങ്കിലും അസുഖത്തിന് വേണ്ടിയിട്ട് നമുക്ക് മെഡിസിൻസ് തരുമ്പോൾ ഇതെല്ലാം ഈ ഒരു ഹൈജീൻ റൂൾസ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണോ വരുന്നതെന്ന് നമുക്കൊരു ഉറപ്പില്ല അല്ലേ. ഈ ഹിന്ദുവിൻ്റെ ഈ ഒരു ഇതാണ് ഇന്നത്തെ ഈ ഒരു ന്യൂസ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഹിന്ദുവിൻ്റെ ഈ ഒരു ന്യൂസ് റിപ്പോർട്ടാണ് ഇത് പുറത്തു വിട്ടത്. Okay, it was a big investigation that found that poor quality cancer medicines have been sent to over 100 countries. ഓക്കെ. ഇതിൽ വരാവുന്ന ചെറിയ മിസ്റ്റേക്സ് പോലും, അതായത് ആ ഒരു ഇൻഗ്രീഡിയൻസ് പ്രോപ്പറായിട്ട് അത് ടെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. അതേപോലെ ഈ ഇതുണ്ടാക്കുന്ന മെഷീൻസ് അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതും ഒരു അപകടം അതിലുണ്ട്. ഈ വെള്ളമൊക്കെ എല്ലാത്തിനും വേണ്ടി വരുമല്ലോ. ഇപ്പോൾ ഈ ഒരു അൺക്ലീൻ വാട്ടർ ആണ് തന്നെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. സോ ഇത് ഈ ഒരു മരുന്ന് കഴിക്കുന്നത് എന്തിനാണ്? ഓക്കെ, ഇതിപ്പോൾ ചെറിയ അസുഖമല്ല, ഇതിന് വലിയ അസുഖമാണെന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കുന്നത് തന്നെ ജീവൻ രക്ഷിക്കാനാണ് അല്ലേ. ഇനി അത് കഴിച്ചതുകൊണ്ട് മരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു മോശം അവസ്ഥയാണ് അല്ലേ. ഇറ്റ് ക്യാൻ ടേൺ എ ലൈഫ് സേവിങ് മെഡിസിൻ ഇൻ ടു സംതിങ് ഹാംഫുൾ. ഇനിയിപ്പോൾ മറ്റു രാജ്യങ്ങളിലുള്ള സേഫ്റ്റി മെഷേഴ്സ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ UK കാര്യം എടുക്കുകയാണ്, ഇംഗ്ലണ്ടിലെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള 80% മെഡിസിൻസും ജനറിക് മെഡിസിൻസ് ആണ്. അതായത് ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് ഡ്രഗിൻ്റെ ചീപ്പായിട്ടുള്ള വേർഷൻ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ മോസ്റ്റ്ലി അവിടെയുള്ള മരുന്നുകളൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അവരുണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ അവർ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇതിനെ സേഫാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ UK അടുത്ത് ചില പരിപാടികളുണ്ട്. അത് ഡബിൾ ടെസ്റ്റിംഗ് മെത്തേഡൊക്കെ ഉണ്ട്. ഓക്കെ.
ഈ ഒരു ഡ്രഗ് ഉണ്ടാക്കുന്ന സമയത്തും അതേപോലെ തന്നെ അത് ഇവരുടെ നമ്മൾ പറഞ്ഞല്ലോ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. ആൻഡ് അത് അറൈവ് ചെയ്യുന്ന സമയത്തും ഇവർ അത് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഡബിൾ ടെസ്റ്റിംഗ് മെത്തേഡ് ഉണ്ട്. അതേപോലെ ക്വാളിറ്റി പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ആ ഒരു ഡ്രഗ് പാസ് ചെയ്യുന്ന ഓരോ സ്റ്റേജിലും ഇന്ന ക്വാളിറ്റി പോയിന്റ്സ് ആ ഒരു ഡ്രഗ് പാസ് ആവണം. ഓക്കെ, ചെക്ക് 20+ ക്വാളിറ്റി പോയിന്റ്സ് ഇൻ ഈച്ച് ഡ്രഗ്. അതേപോലെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പേർട്സിനെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഹെൽത്ത് ഏജൻസി റെഗുലർ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇത് UK കാര്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ നേപ്പാളിൻ്റെ ഒക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടി പുവർ ആയിട്ടുള്ള കൺട്രീസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഡ്രഗ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ കയ്യിൽ ഒരു ലാബിൻ്റെ ഫെസിലിറ്റി ഒന്നും അധികം ഇല്ല. ഓക്കെ, ദർ ആർ നോട്ട് ഇനഫ് ലാബ്സ് ടു ടെസ്റ്റ് ഡ്രഗ്സ്. അതേപോലെ ഈ എക്സ്പേർട്സ് അവരുടെ കയ്യിൽ ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പേർട്സ് ഒന്നും ഇല്ല. വളരെ ഫ്യൂ ട്രെയിൻഡ് എക്സ്പേർട്സ് അവരുടെ കയ്യിലുള്ളൂ. ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള ഡ്രഗ്സ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും ബെറ്റർ സിസ്റ്റം ഒന്നും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. സോ ഇങ്ങനത്തെ കൺട്രീസ് ദേ ആർ മോർ അറ്റ് റിസ്ക് ഓഫ് ഗെറ്റിംഗ് പുവർ ക്വാളിറ്റി ഓർ ഫേക്ക് മെഡിസിൻസ്. സോ ഇങ്ങനെയുള്ളൊരു പുവർ ക്വാളിറ്റി ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ, ഒന്ന്, ഇങ്ങനെ ഈ ഒരു ക്വാളിറ്റി കുറവായിട്ടുള്ള മെഡിസിൻസ് കഴിക്കുമ്പോൾ നമുക്കറിയാം അത് ഹാംഫുൾ ആയിരിക്കും, അത് ഹാനികരമായിരിക്കും. ഇറ്റ് വിൽ ബി ടോക്സിക്. ഓക്കെ, അതേപോലെ അത് വർക്കാവില്ല. ഓക്കെ, അത് യൂസ്ലെസ് ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു ഡേഞ്ചറാണ് വല്ല ബാക്ടീരിയോ അല്ലെങ്കിൽ ജേംസോ ഒക്കെ ആ ഒരു ഡ്രഗിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് അങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ അങ്ങനെയുള്ളൊരു ഇതൊക്കെ ബാഡ് ക്വാളിറ്റി മെഡിസിൻസ് ആണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ടോക്സിക്, യൂസ്ലെസ് ഓർ കണ്ടാമിനേറ്റഡ്. ഇപ്പോൾ നമുക്ക് റിയൽ ലൈഫിൽ വന്നിട്ടുള്ള കുറച്ച് ട്രാജഡീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏകദേശം 2019 സൗദി അറേബ്യയിൽ ഇതേപോലെ 5ഓളം കുട്ടികൾക്ക് പനി ബാധിച്ചു. അതിലൊരാൾ മരിച്ചു. ഓക്കെ, ഇങ്ങനത്തെ ഈ ഒരു എന്താ പറയുക, യൂസ്ലെസ് ആയിട്ടുള്ള ഒരു മെഡിസിൻ കഴിച്ചിട്ടാണ്. ഓക്കെ, ഒരു പുവർ ക്വാളിറ്റി ഡ്രഗ് ഉപയോഗിച്ചത് കൊണ്ടാണ്, ഒരു മരുന്ന് കഴിച്ചിട്ടാണ്. അതേപോലെ 2019 കൊളംബിയയിൽ 100ഓളം കുട്ടികൾ സിക്കായി, ദി ഗോട്ട് സിക്ക്, ആൻഡ് അതിൽ 4 പിള്ളേർ മരിച്ചു. 4 ചിൽഡ്രൻ ഡൈറ്റ്. ഓക്കെ, ഈ ഒരു പുവർ ക്വാളിറ്റി ഡ്രഗ് കഴിച്ചതുകൊണ്ടാണ്. 2022 യമനിൽ ഓക്കെ 10ഓളം കുട്ടികൾ മരിച്ചിട്ടുണ്ടായി ഈ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ക്യാൻസർ ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, ഈ ഒരു മീത്തോട്രക്സൈറ്റ് ആണ് ആ ഒരു ഡ്രഗ്. ഓക്കെ, അതേപോലെ 2023 അതൊരു ക്യാൻസർ ഡ്രഗ് ആണ് കേട്ടോ. അതേപോലെ 2023 ബ്രസീലിൽ ഈ വളരെ പുവർ ക്വാളിറ്റി ആയിട്ടുള്ള ക്യാൻസർ മെഡിസിൻസ്, മെനി ബാഡ് ക്വാളിറ്റി ക്യാൻസർ മെഡിസിൻസ് ഫോർ ചിൽഡ്രൻ ഹാവ് ബിൻ ഫൗണ്ട്. സോ ഇങ്ങനത്തെ കുറേ കേസസ് ഇറ്റ് ഷോസ് ഹൗ ഡേഞ്ചറസ്ലി ആൻഡ് ഡെഡ്ലി പുവർ ക്വാളിറ്റി ഡ്രഗ്സ് ക്യാൻ ബി എന്നുള്ളതാണ്, എസ്പെഷ്യലി കുട്ടികളുടെ കാര്യം എടുക്കുന്ന ടൈമിൽ. സോ നമുക്ക് നമ്മുടെ WHO ഉണ്ട്, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കുറച്ച് സേഫ്റ്റി മെക്കാനിസംസും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ന്യൂസോടെ ക്ലോസ് ചെയ്യാം. അതായത് WHO അടുത്ത്, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കയ്യിൽ കുറച്ച് ടൂൾസ് ഉണ്ട് ടു പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ബാഡ് മെഡിസിൻസ്. ഒന്ന് റാപ്പിഡ് അലേർട്ട് സിസ്റ്റം ആണ്. അതായത് ഏതെങ്കിലും നമ്മൾ പറഞ്ഞല്ലോ, അതായത് മെഡിസിൻസൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇമ്പോർട്ട് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഏതെങ്കിലും ഒരു മരുന്ന് പ്രശ്നമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് ആ ഒരു ഡ്രഗ് നമ്മൾ ഏതെങ്കിലും രാജ്യങ്ങളിലോട്ട് അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ക്വിക്ലി വാൺസ് കൺട്രീസ് വെൻ ആ ഡേഞ്ചറസ് ഡ്രഗ് കോസസ് ഹാം. അതേപോലെ ബെഞ്ച് മാർക്കിംഗ് ടൂള്, ഗ്ലോബൽ ബെഞ്ച് മാർക്കിംഗ് ടൂൾ, അതായത് ഈ ദാറ്റ് ഈസ് ലൈക്ക് റേറ്റ്സ് ഹൗ സ്ട്രോങ് കൺട്രീസ് ഡ്രഗ് സിസ്റ്റം ഈസ്. അതായത് ലെവൽ 1 തൊട്ട് 4 വരെ ഉണ്ട്. 70ഓളം രാജ്യങ്ങൾ ഏകദേശം ഈ ഒരു ലെവൽ 1 അല്ലെങ്കിൽ 2ലാണ് കിടക്കുന്നത്. 4 ഒക്കെയാണ് നല്ലത്. ഓക്കെ, 3 ഒരു മീഡിയം. ഓക്കെ, 1ഉം 2 എന്നൊക്കെ പറയുന്നത് അതൊരു വീക്ക് സിസ്റ്റമാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഒരു ഗ്ലോബൽ ബെഞ്ച് മാർക്കിംഗ് ടൂൾ ഉണ്ട് ആ ഒരു ഡ്രഗ് സിസ്റ്റം എത്രത്തോളം സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു റേറ്റിംഗ് ലെവൽ 1 തൊട്ട് 4 വരെയാണ്. 70ഓളം രാജ്യങ്ങൾ ആ ഒരു ലെവൽ 1 അല്ലെങ്കിൽ 2ലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇറ്റ് ഷോസ്, അല്ലെങ്കിൽ അത് മീൻ ചെയ്യുന്നത് ഒരു വീക്ക് സിസ്റ്റമാണ് കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ ചില ഈ എല്ലാ രാജ്യങ്ങളും ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. ഓക്കെ, ഒരു എസെൻഷ്യൽ മെഡിസിൻ ലിസ്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് വെരി ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റഡ് മെഡിസിൻസ്. അത് എല്ലാ രാജ്യങ്ങളും അതിന് ഫോക്കസ് ചെയ്യണം. ദേ ഷുഡ് ഫോക്കസ് ഓൺ ഇറ്റ്. അതേപോലെ ഈ WHO ഈ ഒരു സേഫ് മെഡിസിൻസും ലാബ്സും ഇൻഗ്രീഡിയൻസും ഒക്കെ അപ്രൂവ് ചെയ്യുമ്പോൾ, അപ്രൂവ് ചെയ്യുന്നുണ്ട്. സോ കൺട്രീസ് നോ, അതായത് ഏത് വിശ്വസിക്കാം ഏത് വിശ്വസിക്കേണ്ട എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് WHO അപ്രൂവ് ചെയ്യുന്നുണ്ട്. ഒരു പ്രീ ക്വാളിഫിക്കേഷൻ പ്രോഗ്രാം
WHO വകയുണ്ട്. സോ WHO അപ്രൂവ്സ് സേഫ് മെഡിസിൻസ് ലാബ്സ് ആൻഡ് ഇൻഗ്രീഡിയൻസ്. അതേപോലെ GMP, അതായത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് ആണ്. ഒരു സേഫ്റ്റി സ്റ്റാമ്പ് ഉണ്ടാവും, അതായത് ആ ഒരു ഡ്രഗ് ഒരു ക്ലീൻ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള കൺസിസ്റ്റന്റ് വേയിലാണ് അത് ഉണ്ടാക്കിയത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി സ്റ്റാമ്പ് ഇതിൻ്റെ പുറത്തുണ്ടാവും. ചില രാജ്യങ്ങൾ ഈ ഒരു നമ്മൾ പറഞ്ഞ ഈ ഒരു ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്, അതായത് GMP ഉള്ള സർട്ടിഫൈഡ് ഡ്രഗ്സ് മാത്രമേ അവരുടെ രാജ്യങ്ങളിലോട്ട് ചില രാജ്യങ്ങൾ കടത്തു പോലും ചെയ്യുള്ളൂ. അതായത് അത് മാത്രമേ അവർ അലോ ചെയ്യുള്ളൂ. ഓക്കെ, ദേ ഓൺലി അലൗ GMP സർട്ടിഫൈഡ് ഡ്രഗ്സ്. അതേപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ പാസ്പോർട്ടൊക്കെ ഇപ്പോൾ ഈ മരുന്നുകൾക്കുള്ള പാസ്പോർട്ടാണെന്ന് പറയാം ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്. ഓക്കെ, സോ ലൈക്ക് എ പാസ്പോർട്ട് ഫോർ മെഡിസിൻ that proves a drug is safe and approved by its home country. സോ അതുണ്ടാക്കുന്ന ആ ഒരു രാജ്യം തന്നെ പറയുകയാണ് ആ ഒരു ഡ്രഗ് വളരെ സേഫ് ആണ് ആൻഡ് അത് അപ്രൂവ്ഡ് ആണെന്ന് പറയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഒരുപാട് രാജ്യങ്ങൾ ദി ഡോണ്ട് ഫുള്ളി യൂസ് ഓർ എൻഫോഴ്സ് ദീസ് ടൂൾസ്. ഓക്കെ, സോ ഒരുപാട് ഈ ഒരു ബാഡ് ഡ്രഗ്സ് ഇറ്റ് ക്യാൻ സ്റ്റിൽ എൻ്റർ ദ സിസ്റ്റം ആൻഡ് ഹേർട്ട് ദ പീപ്പിൾ. സോ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. യെസ്, GST റിഫോംസ് ആൻഡ് അൺഫിനിഷ്ഡ് ബിസിനസ് ഇൻ ടൊബാക്കോ കൺട്രോൾ. സോ ഇത് പ്രിലിംസിൽ GS പേപ്പർ 1 വരുന്നതാണ്, കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 3 വരുന്നതാണ്, ഇന്ത്യൻ എക്കോണമിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. ആൻഡ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു പ്ലാനിംഗ്, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സ്, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ള ഒരു ഹെഡിൽ വരുന്നൊരു ടോപ്പിക്കാണത്. സോ GST എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഇതൊരു സിംഗിൾ ടാക്സ് ആണല്ലേ. ഇത് ഒരുപാട് നമ്മുടെ രാജ്യത്ത് മുമ്പുണ്ടായിരുന്ന പഴയ ഒരുപാട് ടാക്സസിനെ റീപ്ലേസ് ചെയ്യാൻ നമുക്ക് GST കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വാല്യൂ ആഡഡ് ടാക്സും അതേപോലെ എക്സൈസ് ഡ്യൂട്ടി, പിന്നെ ഈ സർവീസ് ടാക്സ്, സോ ഇതെല്ലാം മാറ്റിയിട്ട് വൺ നേഷൻ വൺ ടാക്സ് എന്നുള്ളൊരു ഐഡിയയിലോട്ട് നമ്മൾ മാറി അല്ലേ. ഇപ്പം നമ്മുടെ കംപ്ലീറ്റ്ലി നമ്മുടെ രാജ്യത്തിന് വി ഹാവ് എ വൺ കോമൺ ടാക്സ് സിസ്റ്റം അല്ലേ. അതായത് ഒരുപാട് ടാക്സ് സിസ്റ്റത്തിന് പകരം നമുക്ക് ഇപ്പോൾ ഉള്ളത് ഒരേ ഒരു ടാക്സ് സിസ്റ്റമാണ്. ഇപ്പോൾ GST കളക്ഷൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ഇയർ 24-25 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഏകദേശം 22 ലക്ഷം കോടി രൂപയാണ് GST നിന്നും വരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, സോ ഇത് കഴിഞ്ഞ വർഷത്തെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം 9% വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് GST ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കുറച്ചും കൂടി വളരെ വലിയൊരു റിലയബിൾ സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഓക്കെ, അത് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ് GST. ഇപ്പോൾ അതങ്ങനെ മാറിക്കഴിഞ്ഞു. പിന്നെ ഡബിൾ ടാക്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലേ. അതായത് നമുക്കൊരു കാസ്കാഡിങ് എഫക്റ്റ് ഉണ്ടായിരുന്നു, അതായത് ഓരോ സ്റ്റേജസിലും ഇത്ര ടാക്സ് ആയിട്ട് അത് കൂടുമായിരുന്നു. അപ്പോൾ കൺസ്യൂമറിൻ്റെ കയ്യിലോട്ട് വരുമ്പോൾ അത്രത്തോളം ടാക്സ് ഈ അതിൽ ഈടാക്കിയ പൈസ നമ്മൾ അടയ്ക്കേണ്ട ഒരു പ്രത്യേക അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ITC എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയുണ്ട്. ഓക്കെ, ഇപ്പോൾ ബിസിനസ്സൊക്കെ റോ മെറ്റീരിയൽസിന് മേലെ അവർ ടാക്സ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും ബിസിനസ്സിനൊക്കെ. അതേപോലെ തന്നെ അത് അങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ പ്രൊഡക്ട്സിലൊക്കെ ഫൈനൽ കോസ്റ്റ്, പ്രൊഡക്റ്റിൽ വരുന്ന ഫൈനൽ കോസ്റ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അത് ഈ സാധനങ്ങൾ കുറച്ചും കൂടി ചീപ്പാക്കും അല്ലേ. ഇപ്പം നമ്മൾ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ആ സാധനങ്ങൾ കുറച്ചും കൂടി ചീപ്പായിട്ട് കിട്ടും. പിന്നെ ഇന്ത്യൻ ഗുഡ്സ് ആൻഡ് ഇറ്റ് വിൽ മേക്ക് ഇന്ത്യൻ ഗുഡ്സ് മോർ കോമ്പറ്റേറ്റീവ് ഇൻ ഗ്ലോബൽ മാർക്കറ്റ്. ഓക്കെ, അതേപോലെ ഈ GSTയിൽ കുറേ ഡിജിറ്റൽ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേ ബില്ലൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻട്രാസ്റ്റേറ്റും ഇൻ്റർസ്റ്റേറ്റും ഒക്കെ ഉണ്ടല്ലോ. സോ അങ്ങനെയൊക്കെ ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വേ ബിൽസ്. സോ അതിലൂടെ ഈ ടാക്സ് വെട്ടിക്കലൊക്കെ ഉണ്ടല്ലോ, ടാക്സ് ഇവേഷൻ നമുക്ക് തടയാൻ സാധിക്കും. അതേപോലെ ഈ നിയമങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സിമ്പിളാക്കുന്ന ടൈമിൽ ആൾക്കാരൊക്കെ അത് പാലിക്കുമല്ലോ. സോ ഇറ്റ് വിൽ ഇംപ്രൂവ് കമ്പാലൻസ് ആൻഡ് ഈ ട്രാൻസ്പോർട്ട് ടൈം ഏകദേശം 20% കുറയ്ക്കാൻ സാധിക്കും അല്ലേ. അതായത് നമുക്കൊരു സ്റ്റേറ്റ് ബോർഡേഴ്സിലൊന്നും ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഓക്കെ, സോ അത് ടാക്സ് ഇവേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ കാരണമാവും. അതേപോലെ അതായത് ഇറ്റ് വിൽ ഇംപ്രൂവ് compliance and it will reduce transport time by 20% because there are no more long waits at the state borders. സോ നമ്മുടെ ഇന്ത്യയിലുള്ള ഈ ടൊബാക്കോ ടാക്സേഷനിലുള്ള കുറച്ച് പോരായ്മകളെ പറ്റിയിട്ടാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സോ അതിനു മുമ്പ് ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഈ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടല്ലോ. നമുക്കറിയാം, നമ്മൾ സിനിമയൊക്കെ കാണാൻ പോകുമ്പോൾ നമുക്ക് തിയേറ്ററിൽ കാണാം അല്ലേ, ടൊബാക്കോ കോസസ് ക്യാൻസർ, ഇസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ.
എല്ലാ ദിവസവും ഏകദേശം ഇന്ത്യയിലെ കണക്ക് പ്രകാരം ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാർ മരിക്കുന്നത് ഏകദേശം 3500ഓളം ആൾക്കാർ ഒരു ദിവസം ഇന്ത്യയിൽ മരിക്കുന്നുണ്ട്. ഓക്കെ, 3500 പീപ്പിൾ ഡൈ ഇൻ ഇന്ത്യ ഡ്യൂ ടു ടൊബാക്കോ യൂസ്. ഇത് ഏകദേശം ഇങ്ങനെ ഈ 3500ഓളം ആൾക്കാർ മരിക്കുന്നതിലൂടെ നമുക്കുണ്ടാവുന്ന ഈ സാമ്പത്തിക നഷ്ടം എന്നുള്ളത് 2340 ബില്യനാണ് എല്ലാ വർഷവും. ഓക്കെ, പെർ ഇയർ 2340 ബില്യൺ ആണ്. ഓക്കെ, ഇത് വളരെ വലിയൊരു നഷ്ടമാണ് അല്ല. അതായത് നമുക്കിതിന്ന് ഈ ടാക്സേഷനിലൂടെ ഉണ്ടല്ലോ, അതായത് ഈ ടൊബാക്കോ പ്രൊഡക്ട്സ് ഈ GST-യിലൂടെ നമുക്ക് കിട്ടുന്നത് 551 ബില്യനാണ്. Okay, so the loss is much more than the 551 billion we earn from tobacco through GST. ഓക്കെ, നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്ന ഈ റവന്യൂ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, ഈ ടൊബാക്കോ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഈ ഒരു പൈസ അല്ലെങ്കിൽ ഈ ഒരു ടാക്സ്, ഇറ്റ് ഡസൻ കവർ ദി മാസീവ് ഹെൽത്ത് കെയർ ആൻഡ് എക്കണോമിക് കോസ്റ്റ് ബൈ ടൊബാക്കോ. ഓക്കെ, അതേപോലെ ഗവൺമെന്റിന് നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ടാക്സ് കിട്ടുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് നഷ്ടമാണ്. ഇതൊരു നഷ്ടക്കച്ചവടമാണെന്ന് വേണം പറയാൻ. ഈ GST ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഏകദേശം ഈ 2009 തൊട്ട് 2017 വരെയുള്ള കാലഘട്ടത്തിൽ, GST വന്നത് 2017-ലാണല്ലോ. ഓക്കെ, സോ ഈ ടൊബാക്കോന്റെ മേലുള്ള ടാക്സസ് ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഇൻക്രീസ് ചെയ്തിരുന്നു. സോ ഈ ഒരു ടാക്സ് കൂടിയത് കൊണ്ട് തന്നെ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത് ഏകദേശം 17% കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ GST വന്നതിന് ശേഷം നമുക്കറിയാം, ഒരു നേഷൻ ഒരു ടാക്സ്, അതേപോലെ ഈ കൺസ്യൂമേഴ്സിന്റെ കയ്യിലുള്ള ഒരു ബേർഡൻ, ഓക്കെ, അവരുടെ ഫൈനൽ പ്രൊഡക്റ്റിലുള്ള ആ ഒരു ബേർഡൻ കുറയ്ക്കാൻ GSTക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ടൊബാക്കോയുടെ കാര്യം എടുക്കുമ്പോൾ അത് വളരെ സീനാണ്. അതായത് GST വന്നത് 2017-ലാണെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം ടൊബാക്കോവിന്റെ മേലുള്ള ടാക്സ് ഒന്നും നമ്മൾ അധികം കൂട്ടിയിട്ടില്ല. ഓക്കെ, സോ ദിസ് ഹാസ് സ്ലോ ഡൗൺ പ്രോഗ്രസ് ഇൻ റിഡ്യൂസിങ് ടൊബാക്കോ യൂസ്. പിന്നെ ഈ യൂത്തിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും റിസ്കിലുള്ളത് യൂത്താണ്. ഈ സാധനം ഭയങ്കര അഫോർഡബിൾ ആണ് അല്ലേ. ഇപ്പോൾ ടാക്സസ് അത് കൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ടൊബാക്കോ ഹാസ് ബിക്കം മോർ അഫോർഡബിൾ. ഓക്കെ, ബിക്കോസ് ടാക്സസ് ഡിഡൻറ്റ് ഗോ അപ്പ്, ടൊബാക്കോ ഈസ് വെരി അഫോർഡബിൾ നൗ. ഇത് ഭയങ്കര റിസ്ക്കിയാണ്. എസ്പെഷ്യലി ഏകദേശം ഈ 8.5% സ്റ്റുഡൻസ്, ഈ 13 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെയുള്ള ആൾക്കാർ ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ സിഗരറ്റ് ആവാം, അല്ലെങ്കിൽ ബീഡി ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൊബാക്കോ സബ്സ്റ്റൻസസ് ആവാം. ഓക്കെ, ഈ WHO, നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഒരു സ്റ്റാൻഡേർഡ് വയ്ക്കുന്നുണ്ട്. അതായത് ഏത് തരത്തിലുള്ള ടൊബാക്കോ പ്രോഡക്ട്സിന് മേലെയും 70% റീറ്റെയിൽ പ്രൈസ്, അതിൻ്റെ ആ ഒരു ടാക്സ് അറ്റ്ലീസ്റ്റ് 75% ഓഫ് ദി റീറ്റെയിൽ പ്രൈസ് ടാക്സ് ആയിട്ട് ഈടാക്കണമെന്ന് WHO ഒരു സ്റ്റാൻഡേർഡ് വയ്ക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഇത് വളരെ കുറവാണ്. ഓക്കെ, റീറ്റെയിൽ പ്രൈസിന്റെ 75%ഓളം ടാക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ബീഡിക്ക് ടാക്സ് ചെയ്യണത് 22%, സിഗരറ്റിൽ 54%, അതേപോലെ സ്മോക്ക്ലെസ് ടൊബാക്കോ ഉണ്ട്, ച്യൂ ചെയ്യാൻ പറ്റുന്ന ഗം ടൈപ്പിലുള്ള ടൊബാക്കോ ഉണ്ട്. സ്മോക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലുള്ള കണ്ടന്റ് ഒക്കെ ഏകദേശം സെയിം ആണ്, നിക്കോട്ടിൻ തന്നെയാണ് ഉള്ളത് ഏകദേശം. സോ അതും ഹാംഫുൾ ആണ്. സോ ഇത് ടൊബാക്കോ ചീപ്പാക്കും. ഓക്കെ, അത് കുറച്ചും കൂടി ആക്സസിബിൾ ആക്കും. പക്ഷെ അത് പബ്ലിക് ഹെൽത്തിനെ വളരെയധികം ഹേർട്ട് ചെയ്യുന്നതാണ്. സോ നമുക്കിനി ഈ ഒരു ഇലിസിറ്റ് ട്രേഡ് ആൻഡ് ടൊബാക്കോ ടാക്സേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളത് കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ന്യൂസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇത് വളരെ വലിയൊരു തെറ്റിദ്ധാരണയാണ്. അതായത് ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ നിയമവിരുദ്ധമായിട്ടുള്ള ട്രേഡ്, ടൊബാക്കോ പ്രൊഡക്ട്സിലുള്ള ട്രേഡ് കൂടും എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ളൊരു മിത്താണ്, തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്, അതൊരു മിത്താണ്. ടൊബാക്കോ കമ്പനീസ് പറയുന്നത് ഇതിന് മേലെ ഹൈ ടാക്സ് വെച്ച് കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ ആയിട്ടുള്ള സിഗരറ്റ് സെയിൽസ്, അല്ലെങ്കിൽ സിഗരറ്റ് നല്ലതല്ല, അതിന് പുറമെ ഇല്ലീഗൽ ആയിട്ടുള്ള സിഗരറ്റ് സെയിൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഈ ടൊബാക്കോയിൽ തന്നെ വേറെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ലോ ക്വാളിറ്റി ടൊബാക്കോ ഉണ്ടാവാം. ഓക്കെ, അങ്ങനത്തെ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പിന്നെയും ഹെൽത്ത് റിസ്ക് ആണ്. ഓക്കെ, സോ അവർ ക്ലെയിം ചെയ്യുന്നത് ഇങ്ങനെ ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സിഗരറ്റ് സെയിൽസ്, ഇല്ലീഗൽ സിഗരറ്റ് സെയിൽസ് അത് 25% ആയിട്ട് കൂടുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ മറ്റ് പല ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് ഏകദേശം ഒരു 2% തൊട്ട് 6% വരെയൊക്കെ അത് കൂടാൻ സാധ്യതയുള്ളൂ എന്നാണ്. Okay, actually, the independent studies show that only 2.7% to 6.6% of the Indian market is actually illegal.
സോ ഈ ഒരു ക്ലെയിം ഇത് തെറ്റാണ്, ഇത് സത്യമല്ല. ഇല്ലീഗൽ ട്രേഡ് ഇസ് നോട്ട് ആസ് ബിഗ് ആസ് ദേ സേ. ഇവർ പറയുന്നത് പോലെ ഈ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഈ ഒരു സിഗരറ്റ് അല്ലെങ്കിൽ ടൊബാക്കോ പ്രൊഡക്ട്സിലുള്ള ഒരു കച്ചവടം അത് അത്രത്തോളം വലുതല്ല. ഓക്കെ, അവർ ക്ലെയിം ചെയ്യുന്നത് പോലെ അത്രത്തോളം വലുതല്ല. പിന്നെ ഈ ടാക്സ് കൂട്ടിയത് കൊണ്ട് മാത്രം ടാക്സസ് ഡോണ്ട് കോസ് ഇല്ലീഗൽ ട്രേഡ്. ഓക്കെ, ഗ്ലോബലി ഉള്ള എവിഡൻസ് നോക്കുന്ന സമയത്ത് അത് കാണിക്കുന്നത് ഈ ഒരു ടാക്സ് കൂട്ടിയത് കൊണ്ട് മാത്രം ഈ ഒരു ഇല്ലീഗൽ സെയിൽസ് ഇറ്റ് ഡസ് നോട്ട് ഇൻക്രീസ് ഇല്ലീഗൽ സെയിൽസ്. ഓക്കെ, ടാക്സ് കൂട്ടിയത് കൊണ്ട് ഇല്ലീഗൽ സെയിൽസ് കൂടും എന്ന് എവിടെയും എവിഡൻസിൽ പറയുന്നില്ല. ഇതിൽ റിയൽ ആയിട്ടുള്ള കോസ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഈ ഒരു ടൊബാക്കോ പ്രൊഡക്ട്സിന് ട്രേഡ് വരുന്നത്, ഇലിസിറ്റ് ട്രേഡ് ഉണ്ടാകുന്നത് ഒരു വീക്ക് ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റിലൂടെയാണ്, അല്ലെങ്കിൽ പുവർ റെഗുലേഷനാണ് അത് കാണിക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് ടാക്സിനെ മാത്രം നമുക്ക് വഴിചേരാൻ പറ്റില്ല. പിന്നെ ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ പ്രോമിസ് എടുക്കുമ്പോൾ ഇന്ത്യ ഈ ഒരു WHO പ്രോട്ടോക്കോളിൽ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലീഗൽ ആയിട്ടുള്ള ടൊബാക്കോ ട്രേഡിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോട്ടോക്കോളിൽ നമ്മൾ സൈൻ ചെയ്തിരുന്നു. നൗ ദ കൺട്രി മസ്റ്റ് ആക്ട് സീരിയസ്ലി. അല്ല, ഇങ്ങനൊരു വി ഷുഡ് സ്റ്റോപ്പ് ദി ടാക്സ് ലീക്കേജ് ആൻഡ് പ്രൊട്ടക്ട് പബ്ലിക് ഹെൽത്ത്. അതേപോലെ ഈ ഒരു 139ാമത്തെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി സെപ്റ്റംബർ 2022 പറഞ്ഞിരുന്നു ഈ ഒരു ടൊബാക്കോ ഇപ്പോഴും ഇന്ത്യയിൽ വളരെ ചീപ്പാണ്, നമ്മൾ അതിൻ്റെ ടാക്സ് കൂട്ടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ടു റിഡ്യൂസ് ടൊബാക്കോ യൂസ് ആൻഡ് സേവ് ലൈഫ്സ് ഏറ്റവും ബെസ്റ്റ് പോളിസി എന്നുള്ളത് 2 പാർട്ട് സ്ട്രാറ്റജിയാണ്. ഒന്ന് GST കൂട്ടുക, ഈ ഒരു ടൊബാക്കോ പ്രൊഡക്ട്സിന് മേലുള്ള GST കൂട്ടുക. അതിൻ്റെ മാക്സിമം അലൗഡ് റേറ്റ് 40% ഇപ്പോൾ അത്രത്തോളം ശതമാനത്തിലോട്ട് അത് കൂട്ടുക. അതേപോലെ തന്നെ എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുക. ഓക്കെ, ഈ എക്സൈസ് ഡ്യൂട്ടി എന്നുള്ളത് നമുക്കറിയാം, ഇറ്റ് ഈസ് അതായത് ഒരു സെപ്പറേറ്റ് ടാക്സ് ആണ്. ഒരു ഹാംഫുൾ പ്രൊഡക്ട്സിന് മേലുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ടാക്സ് എക്സൈസ് ഡ്യൂട്ടി അത് അങ്ങനെ കൂട്ടുക. അതേപോലെ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റും, ഗവൺമെന്റിന്റെ റവന്യൂ നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, റവന്യൂ പോട്ടെ, ആൾക്കാരുണ്ടെങ്കിലല്ലേ പൈസയുള്ളൂ. സോ ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ സാധനം വാങ്ങിക്കില്ല, എന്നാലും വാങ്ങിക്കും, പക്ഷെ എന്നാലും ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ഇത് കറക്റ്റ് സമയമാണ്. ഓക്കെ, ഒരു റിഫോം കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ടൈമാണ്. GSTന്റെ ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ 8ാമത്തെ ആനിവേഴ്സറിയാണ് വരാൻ പോകുന്നത്. സോ ഇത് ഇന്ത്യക്ക് മുന്നിലുള്ള ഒരു ചാൻസ് ആണ്. ഓക്കെ, ഒരു ടൊബാക്കോ ടാക്സേഷനിലുള്ള ഈ ഒരു വീക്കായിട്ടുള്ള സ്പോട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. സോ നമ്മൾ ഈ ഒരു GST ആ ഒരു ടൂളായിട്ട് ഉപയോഗിക്കണം ഫോർ ബെറ്റർ ഹെൽത്ത് ആൻഡ് സ്ട്രോങ്ങർ എക്കോണമി എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നാളെ അപ്പോൾ വേറെ നമുക്ക് കുറച്ച് ന്യൂസസ് ആയിട്ട് കാണാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.